നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരുന്ന ജൂൺ മാസം 27-ാം തീയതിക്ക് ശേഷം ഒരുപാട് അനുഗ്രഹങ്ങൾ കടന്നു വരുന്ന കുറച്ച് നക്ഷത്ര ജാതകരുണ്ട്. എന്തൊക്കെ പ്രയാസങ്ങളുണ്ടെങ്കിലും എന്തൊക്കെ കഷ്ടതകളുണ്ടെങ്കിലും ഒക്കെ അതൊക്കെ മാറി ജീവിതത്തിൽ വളരെയധികം അനുഗ്രഹങ്ങൾ കടന്നു വരുവാനായിട്ട് ഈശ്വരൻ സഹായിക്കുന്ന കുറച്ച് നക്ഷത്ര ജാതകർ. അത്തരത്തിലുള്ള ഒരു 5 നക്ഷത്ര ജാതകരെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുവാനായിട്ട് പോകുന്നത്. അതിൽ ആദ്യത്തെ നക്ഷത്രമാണ് പുണർദം എന്ന് പറയുന്നത്. പുണർദം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന തലത്തിലുള്ള ഒരു ഉയർച്ചയൊക്കെ സാധ്യമാണ്. പ്രാരാബ്ദങ്ങളൊക്കെ മാറിക്കിട്ടും, സങ്കടങ്ങൾ മാറിക്കിട്ടും, ജീവിതത്തിൽ ഒരുപാട് തൊഴിലവസരങ്ങൾ വന്നു ചേരും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം തക്ക സമയത്ത് നിങ്ങൾക്ക് നേടിയെടുക്കുവാനായിട്ട് സാധിക്കും. ബിസിനസ്സിൻ്റെ പ്രശ്നമൊക്കെ ആയിരിക്കുന്ന സമയത്താണെങ്കിൽ തീർച്ചയായിട്ടും അതിനൊക്കെ ഒരു നല്ല സമയമാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. കടം കൊടുക്കുന്നതിനോ അല്ലെങ്കിൽ കടം വീട്ടുവാനോ ഒക്കെ നിങ്ങൾക്ക് വളരെയധികം നല്ലൊരു മികച്ച സമയമാണ് കാണുവാനായിട്ട് കഴിയുന്നത്. രണ്ടാമത്തെ നക്ഷത്രം ആയില്യം നക്ഷത്ര ജാതകരാണ്. ആയില്യം നക്ഷത്ര ജാതകരെ കുറിച്ച് പറയുകയാണെങ്കിൽ ആഗ്രഹിച്ചതെല്ലാം നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയും. അത്രത്തോളം അനുഗ്രഹകരമായ ഒരു സമയത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. വളരെയധികം ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. മൂന്നാമത്തെ നക്ഷത്ര ജാതകർ എന്ന് പറയുന്നത് അത്തം നക്ഷത്ര ജാതകരാണ്. എത്രയൊക്കെ ദുരിതങ്ങളും എത്രയൊക്കെ ജീവിതത്തിൽ നിരാശകളുണ്ടെങ്കിലും അതിനെയൊക്കെ മാറ്റിമറിക്കുവാനായിട്ട് ഒരു നിമിഷത്തെ അനുഗ്രഹങ്ങൾ കൊണ്ട് സാധ്യമാകുന്ന നക്ഷത്ര ജാതകരാകുന്നു അത്തം നക്ഷത്ര ജാതകർ. അതുകൊണ്ട് തന്നെ പ്രയാസങ്ങളില്ലാതെ, പ്രതിസന്ധികളില്ലാതെ, തടസ്സങ്ങളില്ലാതെ ജീവിതത്തിൽ മുൻപോട്ട് പോയി വിജയിക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ എല്ലാ നേട്ടങ്ങളിലും ഈശ്വരാനുഗ്രഹം ഉണ്ടായിരിക്കുക എന്നത് ഏറ്റവും വലിയ പ്രധാനമാണ്. നാലാമത്തെ നക്ഷത്ര ജാതകർ എന്ന് പറയുന്നത് വിശാഖം നക്ഷത്ര ജാതകരാകുന്നു. വളരെയധികം സമൃദ്ധി നിറയുന്ന നക്ഷത്ര ജാതകരാണ്. ഏറ്റെടുത്ത കാര്യമൊക്കെ വളരെ വ്യക്തമായിട്ട് നിർവഹിക്കുവാനായിട്ട് കഴിയും. പ്രാരാബ്ദങ്ങളൊക്കെ മാറിക്കിട്ടും. ലക്ഷ്യങ്ങൾ കയ്യിൽ വരുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ ജീവിതത്തിൽ വളരെയധികം രാജയോഗം അനുഭവിക്കാൻ യോഗമുള്ള ഒരു നക്ഷത്രം കൂടെയാകുന്നു. അടുത്ത നക്ഷത്രവും ഏറ്റവും 5-ാമത്തെ നക്ഷത്രവും എന്ന് പറയുന്നത് പൂരാടം നക്ഷത്രമാണ്. കുടുംബത്തിൽ വളരെയധികം സന്തോഷവും സമാധാനവും ഈശ്വരാനുഗ്രഹവും ഒക്കെ നിലവിൽ വരും. ഒരല്പം കുടുംബ സമാധാനക്കുറവ് കഴിഞ്ഞ നാളുകളിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ വരുന്ന ഈ തീയതിക്കുള്ളിൽ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ സ്വന്തമാക്കുവാനായിട്ട് കഴിയും. അതുപോലെ തന്നെ ഒരു വളരെ അത്ഭുതകരമായ ഒരു സന്താന ഭാഗ്യം ഉണ്ടാകും. ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും മാറ്റിവെച്ച് സന്തോഷിക്കുവാനുള്ളൊരവസരം ഈശ്വര സഹായത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുക തന്നെ ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെയാകുന്നു ഈ 5 നക്ഷത്ര ജാതകർ. ഈ 5 നക്ഷത്ര ജാതകരെയും മറ്റു നക്ഷത്ര ജാതകരെയും ഈശ്വരൻ അതിസമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനായി അഭ്യർത്ഥിക്കുന്നു. നന്ദി.